വെള്ളിയാഴ്ച തോറും രാവിലെ 8:30 മണിക്ക് ഷിക്കാഗോയിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന വീക്ക്ലി റൗണ്ടപ്പിന്റെ 87ാമത്തെ എപ്പിസോഡിലേക്ക് ഞങ്ങളുടെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് മെയ് മാസം 30 വെള്ളിയാഴ്ച. ഇന്നത്തെ വീക്ക്ലി റൗണ്ടപ്പ് അവതരിപ്പിക്കുന്നത് കുര്യൻ ഫിലിപ്പ്. IPC ഷിക്കാഗോ മിഷൻ ചർച്ചിന്റെ ആനുവൽ കൺവെൻഷൻ ഇന്നും നാളെയുമായി സഭാ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുമെന്ന് സഭയുടെ സീനിയർ പാസ്റ്റർ ഡോക്ടർ ടൈറ്റസ് സീപ്പൻ അറിയിക്കുന്നു. പവർ വിഷൻ പ്രോഗ്രാം കോർഡിനേറ്റർ ഡോക്ടർ ജിബിൻ പൂവക്കലയാണ് ഈ ദിവസങ്ങളിലെ മുഖ്യ പ്രഭാഷണം നൽകുന്നത്. ഷിക്കാഗോ സിറ്റിയിലെ എല്ലാ സഭകളിൽ നിന്നുമുള്ള ദൈവദാസന്മാരും വിശ്വാസികളും വന്ന് പങ്കെടുക്കണമെന്ന് സഭയുടെ ഭാരവാഹികൾ ഔദ്യോഗികമായി അറിയിക്കുന്നു. IPC ഷിക്കാഗോ സഭയുടെ പുതിയ സീനിയർ പാസ്റ്ററായി പാസ്റ്റർ സേവ്യർ ജെയിംസ് അടുത്ത ഞായറാഴ്ച സ്ഥാനമേറ്റെടുക്കും. കഴിഞ്ഞ ചില വർഷങ്ങളായി സഭയുടെ സീനിയർ പാസ്റ്ററായിരുന്ന ഡോക്ടർ ടൈറ്റസ് സീപ്പൻ സേവനങ്ങളെ ഞങ്ങൾ ഈ സമയം ഓർക്കുകയും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്നു. പുതുതായി ചാർജ് ഏറ്റെടുക്കുന്ന പാസ്റ്റർ സേവ്യർ ജെയിംസിന് എല്ലാവിധമായിരിക്കുന്ന അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. FECCയുടെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന എല്ലാ മാസത്തിൻ്റെയും ആദ്യത്തെ ചൊവ്വാഴ്ച വൈകിട്ട് നടക്കുന്ന പാസ്റ്റേഴ്സ് ആൻഡ് സ്പൗസ് മീറ്റിംഗ് അടുത്ത ചൊവ്വാഴ്ച ജൂൺ മാസം 3 ചൊവ്വാഴ്ച വൈകിട്ട് 6:30 മണിക്ക് ബെൻസൽവില്ലയിലുള്ള പാസ്റ്റർ തോമസ് യോഹന്നാന്റെ ഭവനത്തിൽ വെച്ച് നടക്കുമെന്ന് FECC ഭാരവാഹികൾ അറിയിച്ചു. ഷിക്കാഗോ സിറ്റിയിലെ എല്ലാ സീനിയർ പാസ്റ്റർമാരും അസോസിയേറ്റ് പാസ്റ്റർമാരും അവരുടെ പങ്കാളികളും ഈ മീറ്റിംഗിൽ പങ്കെടുത്ത് അനുഗ്രഹം പ്രാപിക്കണമെന്ന് FECC ഭാരവാഹികൾ അറിയിക്കുന്നു. CCFന്റെ ആഭിമുഖ്യത്തിൽ ഈ വർഷം നടത്തപ്പെടുന്ന ക്യാമ്പ് ജൂൺ 26 മുതൽ 29 വരെ ലേക്ക് വില്യംസൺ കോൺഫറൻസ് സെന്ററിൽ വെച്ച് നടത്തപ്പെടുന്നതാണെന്ന് CCF ഭാരവാഹികൾ അറിയിക്കുന്നു. ക്യാമ്പിനെ കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നവർ ഡോക്ടർ ബിജു ചെറിയാനുമായി ബന്ധപ്പെടുക. ഈ വർഷത്തെ ക്യാമ്പിൽ പാസ്റ്റർ ഫെലിക്സ് ഷുവാൻഡ്രെ മുഖ്യാതിഥിയായി സന്ദേശങ്ങൾ നൽകുന്നതാണ്. IPC ഫാമിലി കോൺഫറൻസിന്റെ പ്രയർ ഡേ ജൂൺ 1 ഞായറാഴ്ച ആയി വേർതിരിച്ചിരിക്കുന്നു. അടുത്ത ജൂലൈ മാസത്തിൽ കാനഡയിൽ വെച്ച് നടക്കുന്ന IPC ഫാമിലി കോൺഫറൻസിന്റെ അനുഗ്രഹത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നതിനും അതിൻ്റെ വിശദാംശങ്ങൾ സഭകളെ അറിയിക്കുന്നതിനും പ്രത്യേക സ്തോത്രകാഴ്ചകൾ എടുക്കുന്നതിനും വേണ്ടി ക്രമീകരിച്ചിരിക്കുന്ന പ്രയർ ഡേ ജൂൺ 1 IPCയുടെ അമേരിക്കയിലും കാനഡയിലുമുള്ള എല്ലാ സഭകളിലും നടത്തണമെന്ന് IPC ഫാമിലി കോൺഫറൻസിന്റെ ഭാരവാഹികൾ അറിയിക്കുന്നു. ഷിക്കാഗോയിൽ വെച്ച് അടുത്ത വർഷം നടക്കുന്ന 40ാമത് PC നാക്കിന്റെ ഇന്റർനാഷണൽ പ്രയർ മീറ്റിംഗ് അടുത്ത ചൊവ്വാഴ്ച ജൂൺ 2 ചൊവ്വാഴ്ച നടത്തപ്പെടുന്നു. നാഷണൽ പ്രയർ കോർഡിനേറ്റർ പാസ്റ്റർ PV മാമൻ നേതൃത്വം നൽകുന്ന പ്രയറിന്റെ വിശദാംശങ്ങൾ പിന്നാലെ ഞങ്ങൾ അറിയിക്കുന്നതാണ്. IPC സെൻട്രൽ റീജിയൻ കൺവെൻഷൻ കഴിഞ്ഞ വെള്ളി ശനി ദിവസങ്ങളിൽ IPC എബ്രോൺ ഗോസ്പൽ സെന്ററിൽ വെച്ച് നടന്നു. റീജിയന്റ് പ്രസിഡന്റ് പാസ്റ്റർ PC മാമൻ ഉദ്ഘാടനം ചെയ്ത സമ്മേളനത്തിൽ വൈസ് പ്രസിഡന്റ് പാസ്റ്റർ ജോൺ T കുര്യൻ, സെക്രട്ടറി പാസ്റ്റർ PV മാമൻ, ജോയിന്റ് സെക്രട്ടറി ജോൺ മത്തായി തുടങ്ങിയ എക്സിക്യൂട്ടീവ് ഭാരവാഹികളും കൗൺസിൽ അംഗങ്ങളും ഉൾപ്പെടെ നിരവധി പേർ മീറ്റിംഗിന് നേതൃത്വം നൽകി. മിഷിഗൺ, ഒഹായോ, ഷിക്കാഗോ എന്നീ സ്ഥലങ്ങളിൽ നിന്നായി നിരവധി പേർ കൺവെൻഷനിൽ പങ്കെടുത്തു. വെള്ളിയാഴ്ച വൈകിട്ട് ഒഹായോയിൽ നിന്നുള്ള പാസ്റ്റർ ടോമി ജോസഫ്, ശനിയാഴ്ച വൈകിട്ട് പാസ്റ്റർ സേവ്യർ ജെയിംസ് എന്നിവർ ദൈവവചനം ശുശ്രൂഷിച്ചു. റീജിയന്റെ പ്രവർത്തനങ്ങൾക്ക് ഞങ്ങളുടെ എല്ലാവിധമായിരിക്കുന്ന ആശംസകളും അറിയിക്കുന്നു. മാറാനാഥ പ്രയർ ഫെലോഷിപ്പിന്റെ ഈ വർഷത്തെ ആനുവൽ കൺവെൻഷൻ സെപ്റ്റംബർ 26 മുതൽ 28 വരെ ചിക്കാഗോയിൽ വെച്ച് നടക്കുമെന്ന് മാറാനാഥ പ്രയർ ഫെലോഷിപ്പിന്റെ ഡയറക്ടർ ബ്രദർ തമ്പി തോമസ് അറിയിക്കുന്നു. എല്ലാ വർഷവും നടത്തപ്പെടുന്ന CCFന്റെ വോളിബോൾ ടൂർണമെന്റ് കഴിഞ്ഞ ശനിയാഴ്ച എൽഗ്രോവിലുള്ള പാർക്ക് ഡിസ്ട്രിക്റ്റിൽ വെച്ച് നടന്നു. CCFന്റെ ഈ വർഷത്തെ വോളിബോൾ ട്രോഫി ചാമ്പ്യന്മാരായ എബനേസർ പെന്തക്കോസ്റ്റൽ ചർച്ചിന്റെ ടീം കരസ്ഥമാക്കി. റണ്ണറപ്പായി സെലിബ്രേഷൻ ചർച്ചിന്റെ ടീമും 3ാം സ്ഥാനത്ത് IPC ഷാലും സഭയുടെ ടീമും തിരഞ്ഞെടുക്കപ്പെട്ടു. ഈ അത്യന്തം ആവേശകരമായിരുന്ന ഈ വോളിബോൾ ടൂർണമെന്റിൽ ഷിക്കാഗോ സിറ്റിയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി നിരവധി പേരാണ് കാണികളായും ഇതിൻ്റെ പ്ലേയേഴ്സായിട്ടും എത്തിച്ചേർന്നത്. വളരെ ആവേശപൂർവ്വം പങ്കെടുത്ത ഈ സമ്മേളനത്തിൽ ട്രോഫികൾ കരസ്ഥമാക്കിയ എബനേസർ പെന്തക്കോസ്റ്റൽ ചർച്ച് ഓഫ് ഗോഡ്, സെലിബ്രേഷൻ ചർച്ച്, IPC ഷാലോം ചർച്ച് എന്നിവരെ ഞങ്ങൾ പ്രത്യേകം അനുമോദിക്കുന്നു. അതുപോലെ തന്നെ അതിൽ പങ്കെടുത്ത മറ്റ് ടീം അംഗങ്ങളെയും അവരെയും ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നു.
ഈ മീറ്റിംഗ് ഈ വോളിബോൾ ടൂർണമെൻ്റ് ആദ്യ സമയം മുതൽ ഇതിൻ്റെ തത്സമയ സംപ്രേഷണം കമൻട്രി നമ്മൾ കൊടുത്തിരുന്നു. നിരവധി പേർ അതിനെ അനുമോദിച്ചുകൊണ്ട് നന്ദി പറഞ്ഞുകൊണ്ട് ഫോണിൽ കൂടെയും മറ്റ് ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ടുമൊക്കെ ഞങ്ങളെ അറിയിക്കുകയുണ്ടായി. നിങ്ങളുടെ പ്രോത്സാഹനങ്ങൾക്ക് നന്ദി. നിങ്ങളുടെ പ്രോത്സാഹനങ്ങളാണ് ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ വീണ്ടും ഞങ്ങളെ ഉത്സാഹിപ്പിക്കുന്നത്. ഇതിനോട് ഞങ്ങളോട് പ്രതികരിച്ച എല്ലാവരോടുള്ള നന്ദിയെ ഞങ്ങൾ ഈ സമയം അറിയിക്കുന്നു. ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിൻ്റെ നോർത്ത് അമേരിക്കൻ ഫാമിലി കോൺഫറൻസ് ജൂലൈ മാസം 3 മുതൽ 6 വരെ ഡാളസിൽ വെച്ച് നടക്കുമെന്ന് സെക്രട്ടറി ജെയിംസ് ഉമ്മൻ അറിയിക്കുന്നു. 28ാമത് നോർത്ത് അമേരിക്കൻ ചർച്ച് ഓഫ് ഗോഡിൻ്റെ ഫാമിലി കോൺഫറൻസ് ജൂലൈ മാസം 10 മുതൽ 13 വരെ ന്യൂയോർക്കിൽ ലോങ് ഐലൻഡിൽ വെച്ച് നടത്തപ്പെടുന്നതാണ്. IPC നോർത്ത് അമേരിക്കൻ ഫാമിലി കോൺഫറൻസ് ജൂലൈ മാസം 17 മുതൽ 20 വരെ കാനഡയിൽ എഡ്മണ്ടിൽ വെച്ചും അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ ഫാമിലി കോൺഫറൻസ് ജൂലൈ 24 മുതൽ 27 വരെ ടൊറോണ്ടോയിൽ വെച്ചും നടത്തപ്പെടുന്നതാണ്. ഈ മീറ്റിങ്ങിലെല്ലാം പോയി പങ്കെടുക്കുവാൻ താല്പര്യപ്പെടുന്നവർ അതതിൻ്റെ ഭാരവാഹികളുമായി ബന്ധപ്പെട്ട് രജിസ്ട്രേഷൻ ക്രമീകരണം ചെയ്യണമെന്ന് ഭാരവാഹികൾ അറിയിക്കുന്നു. ഇതോടെ ഇന്നത്തെ വീക്ക്ലി റൗണ്ടപ്പ് ഇവിടെ അവസാനിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ കഴിഞ്ഞ നാളുകൾ ഞങ്ങളോട് സഹകരിച്ച എല്ലാവർക്കും നന്ദി. നിങ്ങളുടെ പ്രോത്സാഹനങ്ങൾക്ക് നന്ദി. നിങ്ങളുടെ നിർദ്ദേശങ്ങളും പ്രോത്സാഹനങ്ങളുമാണ് ഇതിനെ മുമ്പോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത്. വീണ്ടും നിങ്ങളുടെ എല്ലാ അകമഴിഞ്ഞ സ്നേഹത്തിനും വാത്സല്യങ്ങൾക്കും പ്രോത്സാഹനത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീക്ക്ലി റൗണ്ടപ്പ് ഇവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വെള്ളിയാഴ്ച നാം വീണ്ടും കണ്ടുമുട്ടും വരെ ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നമുക്കുണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ഇന്ന് വൈകിട്ടും നാളെയും ഷിക്കാഗോ IPC ഷിക്കാഗോ സഭയുടെ ആനുവൽ കൺവെൻഷൻ നടക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവരെയും IPC ഷിക്കാഗോ ഓഡിറ്റോറിയത്തിലേക്ക് ഞങ്ങളും സ്വാഗതം ചെയ്യുന്നു. വൈകിട്ട് 6:30 മണിക്ക്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.